നമസ്കാരം. അങ്ങനെ നമ്മുടെ പെഡഗോഗി എല്ലാ വിഷയങ്ങൾക്കും ആവശ്യമുള്ള പെഡഗോഗിയുടെ ഓൾ സബ്ജക്ട്സിൻ്റെ 5/5 സീരീസിൻ്റെ 7ാമത്തെ ദിവസത്തിലെത്തുകയാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 5 ചോദ്യങ്ങൾ വെച്ചിട്ട് കറക്റ്റ് ഒരേ സമയത്ത് എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു. റെഗുലറായിട്ട് അത് കാണുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ ഫീഡ്ബാക്സ്, അവരുടെ കമൻറ്റ്സ് എത്ര എണ്ണം കിട്ടുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇതൊക്കെ കമൻറ്റിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളൊക്കെ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതെങ്കിലുമൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഏതൊക്കെ എടുക്കണം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്നായിരിക്കും തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ചാനലിൽ കണ്ടൻറ് ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് പറയാനുള്ളത്, കഴിഞ്ഞ 7 ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന ഇന്നുകൂടി കൂടുമ്പോൾ 35 ചോദ്യങ്ങൾ എത്തും അല്ലേ? അപ്പോൾ ആ 35 ചോദ്യങ്ങളും അവസാനം നടന്ന 7 HSA എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള പെഡഗോഗി ചോദ്യങ്ങളാണ്. അതായത് പല സബ്ജക്റ്റുകളുടേതായിട്ട്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ PSCയുടെ ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും, ഏതൊക്കെ മേഖലകളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് HSA പെഡഗോഗിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. എനിവേ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവസാനിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ മുഴുവനുള്ള നോട്ട് PDF ഫോമിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ സെഷൻ യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ ഈ സീസൺ 1 ആണ് ഇന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സബ്ജക്റ്റുകളുടെ 5 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഇതിൻ്റെ സീസൺ 2 3 ഒക്കെ ആവശ്യമുണ്ടോ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ചിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ പ്രതീക്ഷയോടുകൂടി തന്നെ ഇന്നത്തെ 5/5 ആദ്യ ചോദ്യം ചോദിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ആദ്യ ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. ഡാഷ് ഈസ് ദ സ്കെയിൽ ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ ഇൻ ക്ലാസ് സൈസ് ആൻഡ് ക്ലാസ് ടൈം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആക്ഷൻ റിസർച്ച് ആണോ, റെമഡിയൽ ടീച്ചിങ് ആണോ, മൈക്രോ ടീച്ചിങ് ആണോ, മാക്സിംസ് ഓഫ് ലേണിംഗ് ആണോ? ഡാഷ് ഈസ് ദ സ്കെയിൽ ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ ഇൻ ക്ലാസ് സൈസ് ആൻഡ് ക്ലാസ് ടൈം. ഏതാണ്? തീർച്ചയായിട്ടും അത് മൈക്രോ ടീച്ചിങ് ആണ്. അത് മൈക്രോ ടീച്ചിങ് ആണ്. നമ്മൾ മൈക്രോ ടീച്ചിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, DW അലൻ്റെ പേര്, ഇതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ മൈക്രോ ടീച്ചിങ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന പെഡഗോഗിയിൽ ആവർത്തിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കുക. ഡാൾട്ടൺ പ്ലാൻ വാസ് ഡെവലപ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ, ഹെലൻ പാക്രസ്റ്റ്, വില്യം കിൽപാട്രിക്, ഹെൻറി ആംസ്ട്രോങ്. ആരാണ് ഡാൾട്ടൺ പ്ലാൻ ഡെവലപ്പ് ചെയ്തത്? ജോൺ ഡാൾട്ടൺ എന്ന് എഴുതി വെച്ചേക്കല്ലേ. ഡാൾട്ടൺ പ്ലാൻ ഡെവലപ്പ് ചെയ്തത് ഹെലൻ പാക്രസ്റ്റ് ആണ്. ഹെലൻ പാക്രസ്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഇത് ഡാൾട്ടൺ പ്ലാൻ എന്നുള്ള പേരൊക്കെ വന്നത്? ഹെലൻ പാക്രസ്റ്റ് ഏർലി 20th സെഞ്ചുറി കാലഘട്ടത്തിൽ ഒരു ഇനീഷ്യേറ്റീവായിട്ട് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് അപ്രോച്ചായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ് ഈ ഡാൾട്ടൺ പ്ലാൻ. അത് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ US ഡാൾട്ടൺ സ്കൂളിലായതുകൊണ്ടാണ് ഡാൾട്ടൺ പ്ലാൻ എന്നുള്ള പേരിൽ അത് അറിയപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക. അല്ലാണ്ട് ഒരു ഡാൾട്ടൺ കണ്ടെത്തിയതുകൊണ്ടല്ല, പലപ്പോഴും തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഡാൾട്ടൺ പ്ലാനിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ആൻഡ് സെൽഫ് പേസ്ഡ് പ്രോഗ്രസ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. ട്രഡീഷണൽ ക്ലാസ് റൂം സ്ട്രക്ചറിനെ സബ്ജക്ട് സ്പെസിഫിക് ലാബോറട്ടറീസിലൂടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. എൻകറേജ് കൊളാബറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി അമോങ് സ്റ്റുഡൻസ്, ഫോക്കസ് ഓൺ ഫ്രീഡം ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ എഡ്യൂക്കേഷൻ. ഇതെല്ലാം ഡാൾട്ടൺ പ്ലാനിൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അക്കോർഡിംഗ് ടു ഡാഷ്, ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് process in which learner construct new ideas based upon their current and past knowledge. ഇത് ആരുമായി ബന്ധപ്പെട്ടായിരിക്കും? ഗാർഡ്നർ ആണോ, ഗാഗ്നെ ആണോ, ബ്രൂണർ ആണോ, വൈഗോസ്കി ആണോ പറയുന്നത്? ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് ഇൻ വിച്ച് ലേണർ കൺസ്ട്രക്ട് ന്യൂ ഐഡിയാസ് ബേസ്ഡ് അപ്പോൺ ദെയർ കറണ്ട് ആൻഡ് പാസ്റ്റ് നോളജ് എന്ന് പറയുന്നത് ജെറോമസ് ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയമാണ്. അദ്ദേഹത്തിൻ്റെ പല കൺസെപ്റ്റുകൾ, ഇപ്പോൾ ചക്രകാരോണ രീതി അല്ലെങ്കിൽ സ്പൈറൽ മെത്തേഡ് ഉൾപ്പെടെയുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് ഒക്കെ ഇതിനോട് ചേർത്ത് വെച്ച് പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ബ്രൂണറാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. ആ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡാഷ് ഈസ് കൺസേൺ വിത്ത് പീപ്പിൾസ് എൻട്രി ലെവൽ പെർഫോമൻസ്. ഇത് ആക്ച്വലി ഡിലീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ കീ വന്നപ്പോൾ ഡിലീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നിട്ട് ഞാനിത് ഉൾപ്പെടുത്തിയത് PYQ'നകത്ത് വരുന്നത് കൊണ്ടും ഇതിൽ നിന്ന് ഒരു ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പീപ്പിൾ എൻട്രി ലെവൽ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്ന പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ ആണോ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണോ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണോ, സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണോ? ബാക്കിയെല്ലാം ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനും ഫോർമേറ്റീവും സമ്മേറ്റീവും ഒക്കെ അതിൻ്റെ ഓരോ ഘട്ടത്തിലായിട്ട് ചെയ്യുമ്പോൾ എൻട്രി ലെവൽ പെർഫോമൻസ്, നിങ്ങളൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തോരുണ്ടെന്ന് നിങ്ങളുടെ പെർഫോമൻസ് എന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷനിൽ മാത്രമാണ്. അവിടെ ആൻസർ വരുവാൻ ഓപ്ഷൻ A വരുള്ളൂ. പക്ഷേ ആ ആൻസർ കീയിൽ എന്തോ കൺഫ്യൂഷൻ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ പരാതികൾ വന്നതുകൊണ്ടോ നിങ്ങളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അറിഞ്ഞിരിക്കുക, ഡിലീറ്റഡ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് 2. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് 2 കാര്യങ്ങളുടെ റിലേഷൻഷിപ്പ് പറയുന്നുണ്ടെങ്കിൽ അത് തിയറി ആണോ, ലോ ആണോ, പ്രോസസ് ആണോ, പ്രിൻസിപ്പിൾ ആണോ?
ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? തീർച്ചയായിട്ടും ഡാഷ് ഇസ് എ ജനറൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് എസ്റ്റാബ്ലിഷസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അറ്റ്ലീസ്റ്റ് ടു. ഏതാണത്? പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിയറിയും ലോയും പ്രോസസ്സും എന്താണെന്ന് അറിയണം. പ്രധാനമായിട്ട് സയൻസ് സബ്ജക്റ്റുകളിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാൻ പറ്റുക. തിയറി എന്ന് പറഞ്ഞാൽ ഒരു വെൽ സബ്സ്റ്റാൻഷിയേറ്റഡ് എക്സ്പ്ലനേഷൻ ഓഫ് സം ആസ്പെക്ട്സ് ആണ്. അത് ലോകത്തുണ്ടാവുന്ന എവിഡൻസോടുകൂടി, നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് എവിഡൻസോടുകൂടി കൃത്യമായിട്ട് പറയുന്ന എക്സ്പ്ലനേഷനാണ് തിയറി എന്ന് പറയുന്നത്. ഇപ്പോൾ പിയാഷയുടെ തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എക്സാമ്പിൾ തിയറിയാണ്. ലോ എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എംപിരിക്കൽ ആയിട്ടുള്ള, ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെത്തലുകളിൽ നിന്നാണ്, എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. നാച്ചുറൽ ഫിനോമിനൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ലോസ് ഉപയോഗിക്കുക. ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ അല്ലേ, അതൊക്കെ അതിനകത്ത് വരുന്നത്. അപ്പോൾ ലോ എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ആണ്, എംപിരിക്കൽ എവിഡൻസോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു സീരീസ് ഓഫ് ആക്ഷൻ ഓർ സ്റ്റെപ്സ് ആണ്, പർട്ടിക്കുലർ ഔട്ട്കം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ലേണിംഗ് ഒരു പ്രോസസ്സാണ് അല്ലേ, ഒരു ആക്ഷൻ, സീരീസ് ഓഫ് ആക്ഷൻ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇന്നത്തെ 5 ചോദ്യങ്ങൾ, ഇതും 5ഉം PYQ ആണെന്ന് ഞാൻ പറഞ്ഞു. എത്ര എണ്ണം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് പറയുക. അതുപോലെ ഈ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു, ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് വേണം. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഫുൾ സെറ്റ് അല്ലെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് അടങ്ങിയ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ആയിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളുടെ അപ്ഡേഷൻസും അതുപോലെ ഇനി മുമ്പോട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിൻ്റെ ഡീറ്റെയിൽസും PDF ഒക്കെ ഷെയർ ചെയ്യുന്ന ആ ഗ്രൂപ്പ് വഴിയായിരിക്കും. സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന പ്രതീക്ഷയോടുകൂടി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.